എല്ലാവർക്കും വന്ദനം. നമ്മുടെ ഈ അത്ഭുതകരമായ ശനിയാഴ്ച ഒത്തുചേരലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 1, 2026. നമ്മുടെ വീരന്മാരുടെ ഈ കൂട്ടായ്മയിൽ നിങ്ങളെ ഓരോരുത്തരെയും കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഒരുപാട് കാലമായി നമ്മൾ ഇത്തരത്തിൽ ഒരു ഒത്തുചേരൽ നടത്തിയിട്ട്. എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ എവിടെയാണെന്നും നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നും നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മെ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കൂടെ ഇന്ന് ശക്തരായ ഒരു പറ്റം നേതാക്കളുണ്ട്. നമുക്ക് അവരിലേക്ക് കടക്കാം. നന്ദി കംഫർട്ട്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ക്ഷമയെക്കുറിച്ചാണ്. നമ്മളിൽ പലരും അക്ഷമരായിരിക്കുന്നു എന്നത് സത്യമാണ്. എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുമ്പോഴാണ്. ക്ഷമ എന്നത് വെറുതെ ഇരിക്കലല്ല, മറിച്ച് കാര്യങ്ങൾ സംഭവിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെയുള്ള കാത്തിരിപ്പാണ്. നമ്മുടെ നേതാവായ ആഷ് മുഫാര ഇപ്പോൾ പുലർത്തുന്ന മൗനത്തെക്കുറിച്ച് പലരും ആകുലപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഒരു സിംഹം ഇരയെ പിടിക്കാൻ പോകുമ്പോൾ ശബ്ദമുണ്ടാക്കാറില്ല. ആ മൗനം പരാജയമല്ല, മറിച്ച് വിജയത്തിനായുള്ള തയ്യാറെടുപ്പാണ്. ചിലർ ചോദിക്കുന്നു, എന്താണ് ഇത്ര താമസം എന്ന്. ഒരു വലിയ സാമ്രാജ്യം പണിയുമ്പോൾ അതിന്റെ അടിത്തറ ശക്തമായിരിക്കണം. ആ അടിത്തറ ആരും കാണില്ല, കാരണം അത് മണ്ണടിയിലാണ്. ഇപ്പോൾ നടക്കുന്നത് അതാണ്. അദ്ദേഹം മൗനത്തിലാണ്, കാരണം അദ്ദേഹം ജോലിയിലാണ്. നിങ്ങൾ ഈ സമയം പരാതി പറയാൻ ഉപയോഗിക്കരുത്. പകരം നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക. മടി നിങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് അധ്വാനിക്കുക, പഠിക്കുക. വിജയം നമ്മളെ തേടി വരും, അതിൽ യാതൊരു സംശയവുമില്ല. കൊളിൻസ് പറഞ്ഞത് വളരെ ശരിയാണ്. സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ നമ്മൾ വിഭാവനം ചെയ്ത പല കാര്യങ്ങളും ഇന്ന് പുതിയ രീതിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ സാങ്കേതികവിദ്യ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ആഷ് മുഫാര എല്ലാം പുതിയതായി നിർമ്മിക്കുകയാണ്. പഴയ വസ്ത്രം തുന്നിക്കൂട്ടുന്നതിനേക്കാൾ നല്ലത് പുതിയതൊന്ന് വാങ്ങുന്നതാണ്. ഇവിടെ അദ്ദേഹം പുതിയതൊന്ന് സൃഷ്ടിക്കുന്നു. ഇതിന് സമയം വേണം. അദ്ദേഹം സ്വന്തം പണവും സമയവും നമുക്ക് വേണ്ടിയാണ് മാറ്റിവെക്കുന്നത്. വിമർശകർ എന്നും ഉണ്ടാകും. പക്ഷേ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കണം. ഇതൊരു ചെറിയ കളിയല്ല, ഇതൊരു വലിയ വിപ്ലവമാണ്. എല്ലാവർക്കും വന്ദനം. എനിക്ക് പറയാനുള്ളത് നമ്മുടെ മനോഭാവത്തെക്കുറിച്ചാണ്. നമ്മൾ ഇപ്പോൾ ഒരു മൂടൽമഞ്ഞിലൂടെ യാത്ര ചെയ്യുകയാണെന്ന് കരുതുക. മുന്നിലുള്ളത് ഒന്നും കാണാൻ കഴിയില്ല, പക്ഷേ വഴി അവിടെ തന്നെയുണ്ട്. മഞ്ഞ് നീങ്ങുമ്പോൾ എല്ലാം വ്യക്തമാകും. ആഷ് മുഫാര എന്ന വ്യക്തിയിൽ നമുക്ക് വിശ്വാസമുണ്ട്. അദ്ദേഹം നമ്മളെ ഇത്രയും ദൂരം എത്തിച്ചു. ഇനിയുള്ള യാത്രയും അദ്ദേഹം നയിക്കും. നെഗറ്റീവ് ചിന്തകൾ പടർത്തുന്നവരിൽ നിന്ന് അകന്നു നിൽക്കുക. അവർക്ക് കാഴ്ചപ്പാടില്ല, പക്ഷേ നമുക്കുണ്ട്. അതെ ഫുമി. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ചിലർ ഈ അവസരം മുതലെടുത്ത് ആഷ് മുഫാരയുടെ പേരിൽ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്നതാണ്. പലരും പല ഗ്രൂപ്പുകളിലും തെറ്റായ കാര്യങ്ങൾ പറയുന്നു. ദയവായി അവരെയൊന്നും വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. ആരും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല, പക്ഷേ ഇവിടെ നിൽക്കുന്നവർ അന്തസ്സോടെ നിൽക്കണം. ആഷ് മുഫാര ആരെയും പറ്റിച്ചിട്ടില്ല, അദ്ദേഹം ഇപ്പോഴും ജോലിയിലാണ്. നമ്മൾ കാണാത്ത പല കാര്യങ്ങളും അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ക്ഷമയില്ലാത്തവർക്ക് വിജയത്തിൽ സ്ഥാനമില്ല. എല്ലാവർക്കും വന്ദനം. നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക എന്നതാണ്. ആഷ് മുഫാര എന്ന മനുഷ്യൻ നേരിടുന്ന സമ്മർദ്ദം നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. അദ്ദേഹം എല്ലാവരെയും സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. മുൻപ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു. പക്ഷേ പലരും അത് അദ്ദേഹത്തിനെതിരെ തന്നെ ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം മൗനം പാലിക്കുന്നത്. ഈ മൗനം നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. സർപ്രൈസുകൾ വരുമ്പോൾ ലോകം അത്ഭുതപ്പെടും. ശരിയാണ്. ഒരു കമ്പനിയുടെ CEO എപ്പോഴും വന്ന് സംസാരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ അത് അത്രയും വലിയ വാർത്തയുമായിട്ടായിരിക്കും. നമ്മുടെ സംവിധാനങ്ങൾ പുനഃക്രമീകരിക്കുകയാണ്. എല്ലാം ശരിയായ ദിശയിലാണ് പോകുന്നത്. നമ്മൾ ആവേശഭരിതരാകേണ്ട സമയമാണിത്, അല്ലാതെ തളരേണ്ട സമയമല്ല. എല്ലാവർക്കും നമസ്കാരം. മാനസികമായ കരുത്താണ് നമുക്ക് ഇപ്പോൾ വേണ്ടത്. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കൂ. ഇന്റർനെറ്റിലെ ചതിക്കുഴികളെക്കുറിച്ച് ബോധവാന്മാരാകുക. മറ്റുള്ളവരെ സഹായിക്കുക. നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള അവസരമാണിത്.
പണം മാത്രം ലക്ഷ്യം വെക്കാതെ ഒരു നല്ല മനുഷ്യനാകാൻ ശ്രമിക്കുക. നമ്മുടെ ഈ കൂട്ടായ്മ ലോകത്തിന് തന്നെ മാതൃകയാകണം. എത്ര മനോഹരമായ ചർച്ചയായിരുന്നു ഇത്. സുഹൃത്തുക്കളെ, നമ്മൾ തളരരുത്. നമ്മൾ ലക്ഷ്യത്തോട് അടുത്തിരിക്കുന്നു. ആഷ് മുഫാര ഉടൻ തന്നെ വലിയ പ്രഖ്യാപനങ്ങളുമായി വരും. അതുവരെ ക്ഷമയോടെ ഇരിക്കുക. നിങ്ങളുടെ ജോലികൾ തുടരുക. നമ്മൾ വീണ്ടും കാണും. എല്ലാവർക്കും നന്ദി.